റഷ്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ. ലോകമഹായുദ്ധത്തിൽ ജപ്പാൻ കീഴടങ്ങിയതിന്റെ വാർഷികത്തോടനുബന്ധിച്ച് പുടിൻ അയച്ച അഭിനന്ദന സന്ദേശത്തിന് മറുപടിയായാണ് കിം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഉക്രൈനെതിരായ റഷ്യൻ യുദ്ധത്തിന് ഉത്തര കൊറിയ സൈന്യത്തെയും ആയുധങ്ങളെയും പിന്തുണ നൽകി തുടങ്ങിയതു മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായി മാറിയതാണ്. അതേസമയം കിം ജോങ് ഉൻ നൻപനാണ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, അമേരിക്കയും ദക്ഷിണ കൊറിയയും സംയുക്തമായി നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന സൈനിക അഭ്യാസത്തെ ഉത്തര കൊറിയ കടുത്ത ഭാഷയിൽ വിമർശിച്ചതിന് പിന്നാലെയാണ് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നുമായി താൻ ഇപ്പോഴും വളരെ നല്ല സൗഹൃദത്തിലാണ് എന്ന് വ്യക്തമാക്കി ട്രംപ് കിമ്മിനൊപ്പമുള്ള തൻ്റെ പഴയൊരു ചിത്രമെടുത്ത് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സംയുക്ത സൈനികാഭ്യാസങ്ങളെ അമേരിക്ക തങ്ങൾക്കെതിരെ നടത്തുന്ന കടുത്ത പ്രകോപനമായാണ് ഉത്തര കൊറിയ കാണുന്നത് എന്നും പുതിയ ഭീഷണിയെ പ്രതിരോധിക്കാൻ പുതിയ തലത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങളുമായി ഉത്തര കൊറിയ രംഗത്തിറങ്ങുമെന്നും ഔദ്യോഗിക വാർത്താ ഏജൻസിയായ KCNA പുറത്തുവിട്ട പ്രസ്താവനയിൽ പറഞ്ഞതുമാണ്. ശരിക്കും എന്താണ് ഈ അമേരിക്ക ദക്ഷിണ കൊറിയ, റഷ്യ ഉത്തര കൊറിയ ബന്ധത്തിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പൊതുവെ നമ്മൾ ഈ വിദേശ കാര്യത്തിൽ സംസാരിക്കുന്നത് മധ്യ പൗരസ്ത്യ പ്രദേശത്തെക്കുറിച്ചാണ്. ഇന്ന് ഒരു ചേഞ്ച് എന്ന നിലയിൽ വളരെ നിർണായകമായ ഒരു നീക്കം ലോകത്തിൻ്റെ അങ്ങ് കിഴക്കേ അറ്റത്ത് നടക്കുന്നു. ഫാർ ഈസ്റ്റ് എന്ന് പറയാം. ഈസ്റ്റ് ഏഷ്യയിലെ വടക്കൻ കൊറിയ, തെക്കൻ കൊറിയ, ജപ്പാൻ, കിഴക്കൻ ചൈന, അതുപോലെ റഷ്യയുടെ കിഴക്കേ അതിർത്തി, അതായത് വ്ളാഡിവസ്റ്റോക്ക് മേഖല, ഈ മേഖലയിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അവിടെ വടക്കൻ കൊറിയയും തെക്കൻ കൊറിയയും തമ്മിലുള്ള ചരിത്രപരമായ ഒരു ശത്രുത, ഒറ്റ രാജ്യമാണ്, ഒറ്റ ജനതയാണ്, ഏതാണ്ട് ഒരേ വംശീയതയാണ്, ഒരേ രീതിയിലുള്ള ആളുകളാണ്. പക്ഷേ അത് ഒരു പാരലിന് 38th പാരലിന് വടക്കും തെക്കുമായി കൊറിയകൾ വിഭജിക്കപ്പെട്ടു. അപ്പോൾ അതൊരു വലിയ വിഷയമാണ്. 40കൾ മുതൽ തന്നെ വടക്കൻ കൊറിയ കമ്മ്യൂണിസ്റ്റ് രാജ്യമായും തെക്കൻ കൊറിയ ക്യാപിറ്റലിസ്റ്റ് ഡെമോക്രാറ്റിക് രാജ്യമായും മാറി. സ്വാഭാവികമായി ചൈനയോടും റഷ്യയോടും അടുത്ത് നിൽക്കാൻ വടക്കൻ കൊറിയയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം നിർബന്ധിതരായി. അതുപോലെ തെക്കൻ കൊറിയ അമേരിക്കയുടെ സംരക്ഷണത്തിൽ, ജപ്പാനെ പോലെ തന്നെ തെക്കൻ കൊറിയയും ചൈനയിൽ നിന്നോ റഷ്യയിൽ നിന്നോ കടന്നു വരാൻ സാധ്യതയുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അമേരിക്കയുമായുള്ള ഒരു വലിയ സൈനിക കരാറിൻ്റെ ഭാഗമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായി ഇടയ്ക്കിടെ നാവിക അഭ്യാസങ്ങൾ അവിടെ നടക്കും. അമേരിക്കൻ സേനകളും അമേരിക്കൻ ട്രൂപ്സ്, ഏതാണ്ട് 28,000-ഓളം അമേരിക്കൻ സൈനികരാണ് തെക്കൻ കൊറിയയിൽ സ്റ്റേഷൻഡായിരിക്കുന്നത്. കാരണം അവർ ശാരീരികമായി അവരുടെ സാന്നിധ്യമുണ്ട്. പല രാജ്യങ്ങളും അമേരിക്ക താവളങ്ങളുണ്ടെങ്കിലും ചെറിയ 4,000-5,000 പേരേ ഉള്ളൂ. പക്ഷേ തെക്കൻ കൊറിയയിൽ വടക്കൻ കൊറിയയിൽ നിന്നുള്ള ആക്രമണം ഏത് നിമിഷവും പ്രതീക്ഷിക്കുന്നത് കൊണ്ട് അമേരിക്കൻ സേനകൾ അവിടെ സ്റ്റേഷൻഡാണ്. അപ്പം ഇവരും തെക്കൻ കൊറിയയിലെ ഏതാണ്ട് 18,000 സൈനികരും നാവികരും ചേർന്ന് ഒരു നാവിക അഭ്യാസം, സംയുക്ത നാവിക അഭ്യാസം നടക്കേണ്ടതാണ്. ഇപ്പോൾ അമേരിക്ക അതിൽ നിന്നും പിന്മാറുന്നു, അല്ലെങ്കിൽ അത് അത്ര താല്പര്യമില്ല എന്ന മട്ടിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് പ്രസ്താവന വരുന്നത്. അതിനൊരു കാരണവുമുണ്ട്. ട്രംപ് പറയുകയാണ്, ഞങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ, അതായത് ഇറാൻ യുദ്ധം, ഹോർമൂസ് മോചിപ്പിക്കാൻ വേണ്ടിയും ഇറാൻ്റെ ആണവ പദ്ധതിയെ തകർക്കാൻ വേണ്ടിയും തങ്ങൾ കൊണ്ടുവന്ന പദ്ധതി, അതോടൊപ്പം ലോകരാജ്യങ്ങൾ ചേർന്ന് നിൽക്കണം, സേനകളെ ഹോർമൂസ് ലിബറേറ്റ് ചെയ്യാൻ ലോകരാജ്യങ്ങളോടെല്ലാം തങ്ങൾ അഭ്യർത്ഥിച്ചു. നെയ്റ്റോ പങ്കാളികളോട്, യൂറോപ്യൻ പങ്കാളികളോട് അഭ്യർത്ഥിച്ചു. ഓസ്ട്രേലിയയോടും കാനഡയോടും ജപ്പാനോടും കൊറിയയോടും, അതായത് സൗത്ത് കൊറിയയോടും അഭ്യർത്ഥിച്ചു. പക്ഷെ നിങ്ങളൊക്കെ മുഖം തിരിച്ചു നിന്നല്ലോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പറയുന്നു ഞങ്ങളുമായി ചേർന്ന സൈനിക അഭ്യാസം വേണം, അത് വടക്കൻ കൊറിയയ്ക്ക് ഒരു താക്കീതായിരിക്കും. ഞങ്ങൾക്ക് സൗകര്യമില്ല, നിങ്ങൾ ഞങ്ങളെ സഹായിക്കാൻ സൗകര്യമില്ല എങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചും സഹായം എത്തിക്കാൻ താല്പര്യമില്ല എന്ന് കാട്ടുപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഒരു പാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണല്ലോ പ്രമാണം. ഇതാണ് ട്രംപിൻ്റെ ഒരു യുക്തി. അതൊരു വശം. അതുകൊണ്ട് അങ്ങനെ സൗത്ത് കൊറിയ ലേശം ജിറ്ററിയാണ്, അല്ലെങ്കിൽ സ്വല്പം ആശങ്കയിലാണ്. അമേരിക്ക സപ്പോർട്ട് പിൻവലിച്ചാൽ ജപ്പാനും ആശങ്കയിലാണ്. ജപ്പാൻ ആണെങ്കിലും വലിയ രീതിയിൽ ജപ്പാൻ 2ാം ലോകമഹായുദ്ധത്തിൽ ജപ്പാൻ സേനകൾ പരാജയപ്പെട്ടു.
റഷ്യൻ ആക്രമണമുണ്ടായി, അമേരിക്കൻ ആക്രമണമുണ്ടായി. പേൾ ഹാർബർ ആക്രമിച്ചാണല്ലോ തുടങ്ങുന്നത്. അമേരിക്കയെ പ്രകോപിപ്പിച്ചാണ് അമേരിക്ക ജപ്പാനെതിരെ യുദ്ധത്തിൽ വരുന്നത്. അവസാന ഘട്ടത്തിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വർഷിച്ചുകൊണ്ട് ജപ്പാൻ പൂർണ്ണമായി കീഴടങ്ങുന്നു എന്ന് അമേരിക്ക ഉറപ്പുവരുത്തി. അങ്ങനെ ജനറൽ മക്കാർത്തറിനെ അവിടെ അയക്കുകയും യുദ്ധവിരാമം കുറിക്കുകയും ഒരു പുതിയ ഭരണഘടന എഴുതി ഉണ്ടാക്കുകയും ആ ഭരണഘടനയിൽ, അതായത് പുതിയ ഭരണഘടനയിൽ മക്കാർത്തർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുകൂടി പറയുന്ന രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുണ്ടായ ജപ്പാൻ ഭരണഘടനയിൽ ആദ്യ വകുപ്പ് തന്നെ റിനൗൺസിയേഷൻ ഓഫ് വാർ, യുദ്ധം ഞങ്ങൾ നിരാകരിച്ചിരിക്കുന്നു, ഇനി യുദ്ധമുണ്ടാവില്ല, തങ്ങൾക്ക് സേനകൾ ആവശ്യമില്ല, തങ്ങളുടെ സുരക്ഷ അമേരിക്ക നോക്കിക്കൊള്ളും. അമേരിക്ക നോക്കുമെന്ന് എഴുതിയിട്ടില്ല എങ്കിൽ പോലും അതാണ് ഡിഫാക്ടോ സംഭവിച്ചത്. ഇത്രയും കാലം ജപ്പാൻ്റെ സുരക്ഷ അമേരിക്ക നോക്കിയിരുന്നു. തെക്കൻ കൊറിയ വ്യാവസായികമായി വളരെ വലിയ രാജ്യമൊന്നും ആയിരുന്നില്ല ആദ്യകാലങ്ങളിൽ. 40കളിലും 50കളിലും അങ്ങനെയായിരുന്നു. പക്ഷേ പിന്നീട് വൻ കുതിച്ചു ചാട്ടമാണ് ഒരു ക്യാപിറ്റലിസ്റ്റ് വികസന മാതൃകയിൽ നിന്നുകൊണ്ട് തെക്കൻ കൊറിയ നേടിയെടുത്തത്. അപ്പോൾ അതിന് തക്ക ഒരു സേനാശക്തി തെക്കൻ കൊറിയയ്ക്കോ ജപ്പാനോ ഇല്ല. അത് മുഴുവൻ പരമ്പരാഗതമായി നിറവേറ്റിക്കൊണ്ടിരുന്നത് അമേരിക്കയാണ്. അമേരിക്കയുടെ ഗ്ലോബൽ പ്രസൻസ് ഈസ്റ്റ് ഏഷ്യയിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയും അമേരിക്കയുടെ പ്രതിയോഗികളെ ചൈനയും റഷ്യയുമൊക്കെ ആ മേഖലയിൽ കടന്നു കയറുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഇതൊക്കെ ആവശ്യമായിരുന്നു എന്നാണ് സത്യം. ഇപ്പോൾ ഭൗമരാഷ്ട്രീയം വളരെ വലിയ മാറ്റത്തിൻ്റെ പന്ഥാവിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധം കൊടുമ്പിരിക്കൊണ്ട് നടക്കുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റായി വിവരം കിട്ടുന്നതനുസരിച്ച് ഉക്രൈൻ റഷ്യക്ക് നേരെ 100 കണക്കിന് മിസൈലുകളാണ്, ഏതാണ്ട് 800 മിസൈലുകളാണ് കഴിഞ്ഞ 24 മണിക്കൂറുള്ള ഡ്രോണുകളാണ്, മിസൈലുകളല്ല ഡ്രോണുകളാണ് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയ്ക്കെതിരെയും മറ്റ് പ്രധാനപ്പെട്ട നഗരങ്ങൾക്കെതിരെയും അയച്ചത്. അതിൽ മിക്കതും ഇൻ്റർസെപ്റ്റ് ചെയ്തു എന്ന് റഷ്യ ക്ലെയിം ചെയ്യുന്നു. 600 ഡ്രോണുകൾ മോസ്കോ നഗരത്തിനെതിരെയും ബാക്കി 200 ഡ്രോണുകൾ മറ്റ് നഗരങ്ങൾക്കെതിരെയും. അപ്പം കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഏതാണ്ട് 2800-ൽ പരം ഏറിയൽ ഒബ്ജക്ട്സാണ് ഉക്രൈനിൽ നിന്നും റഷ്യയിലേക്ക് പോയത്. അത് ഏകപക്ഷീയമല്ല. റഷ്യ ഉക്രൈൻ യുദ്ധം നമുക്ക് തോന്നാം റഷ്യ ഉക്രൈന് മേൽ തേർവാഴ്ച നടത്തുന്നു എന്ന് ആദ്യമൊക്കെ തോന്നി. പക്ഷെ അങ്ങനല്ല, ഉക്രൈൻ തിരിച്ചടിക്കുന്നുണ്ട്. ബലഹീനമെന്ന് തോന്നാലും തിരിച്ചടിക്കുന്നു. പക്ഷേ അമേരിക്കയുടെ സഹായത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത്. ഒറ്റയ്ക്ക് ഉക്രൈൻ ചെയ്യാൻ ഉള്ള പാങ്ങില്ല, കരുത്തില്ല, ശേഷിയില്ല, അതും നമുക്കറിയാം. പക്ഷേ അതങ്ങനെ കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുന്നു. അപ്പോൾ റഷ്യയുമായി അമേരിക്ക നേരിട്ട് സമാധാനം ഉണ്ടാക്കും, പുടിൻ എൻ്റെ നല്ല ചങ്ങാതിയാണ് എന്നെല്ലാം പറഞ്ഞു. പക്ഷേ ചങ്ങാതി കാര്യം വന്നപ്പോൾ ചങ്ങാതിയുടെ താല്പര്യം, അതായത് വ്ളാഡിമിർ പുടിന് റഷ്യയുടെ താല്പര്യം എന്നതിൽ കവിഞ്ഞ ട്രംപുമായ വ്യക്തിപരമായ ബന്ധം ഒരു വിഷയമേ അല്ല. അങ്ങനെ പുടിൻ വിഷയത്തിൽ ട്രംപും പുടിനും തമ്മിൽ അലാസ്കയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയെങ്കിൽ പോലും ഉക്രൈൻ വിഷയം പരിഹരിക്കാൻ 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പുടിനും കിം ജോങ് ഉന്നും തമ്മിലുള്ള ഇക്വേഷനെ അമേരിക്ക കാണുന്നത്. നോക്കൂ, കിം ജോങ് ഉൻ ആരാണ്? നമുക്കറിയാമല്ലോ, വിഖ്യാതനായ നോർത്ത് കൊറിയൻ പ്രസിഡൻ്റാണ്. സാമാന്യം ചെറുപ്പക്കാരനായ പ്രസിഡൻ്റാണ്. 3ാം തലമുറ നേതൃത്വമാണ്. കിം ഉൽ സങ് അദ്ദേഹമായിരുന്നല്ലോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല പറയുന്നത്, വർക്കേഴ്സ് പാർട്ടി എന്നൊക്കെയാണ് പറയുക. അതിൻ്റെ കൊറിയയിലെ, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ്. കൊറിയയിലെ, നോർത്ത് കൊറിയയിലെ ഏകാധിപതിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകനാണ് കിം ജോങ് ഉൻ. അപ്പോൾ കിമ്മിൻ്റെ ഒരു ഏകാധിപത്യ പ്രവണതകൾ, താൻ പോരിമ, എന്തിനേയും വെല്ലുവിളിക്കാനുള്ള ഒരു മനസ്ഥിരത, മനക്കട്ടി അമേരിക്കയ്ക്ക് ഒരു വലിയ തലവേദനയാകേണ്ടതാണ്. പക്ഷേ കിം ജോങ് ഉന്നുമായി സന്ധി ചെയ്യാൻ അല്ലെങ്കിൽ സംസാരിക്കാനെങ്കിലും ഏതെങ്കിലും ഒരു അമേരിക്കൻ പ്രസിഡന്റ് തയ്യാറായി വരുമെങ്കിൽ അത് ഡൊണാൾഡ് ട്രംപിനെ സാധിക്കൂ എന്നാണ് ലോകം കരുതിയത്. അതങ്ങനെ തന്നെ സാധിക്കുകയും ചെയ്തു. ഏറെ സഞ്ചരിച്ച്, അതായത് അദ്ദേഹം വിമാനത്തിലെങ്കിലും സഞ്ചരിക്കില്ല, ട്രെയിനിലേ സഞ്ചരിക്കൂ കിം ജോങ് ഉൻ. എന്തൊക്കെയോ ഉയരങ്ങളെ പേടിയോ സുരക്ഷാ ഭീഷണിയോ ഒക്കെ ഉള്ളതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ മനോനിലയകനാണ്. അങ്ങനെ സിംഗപ്പൂർ വരെ എത്തി ഡൊണാൾഡ് ട്രംപുമായി കഴിഞ്ഞ പ്രസിഡൻസിയുടെ കാലത്ത് ട്രംപ് കിം ജോങ് ഉന്നുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സൗഹൃദമുണ്ട്. അല്ലെങ്കിൽ വ്യക്തിപരമായ അമേരിക്കയും നോർത്ത് കൊറിയയും തമ്മിൽ സൗഹൃദമില്ല എങ്കിൽ പോലും 2 നേതൃത്വങ്ങൾ തമ്മിൽ, കിം ജോങ് ഉന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഒരു പേഴ്സണൽ കെമിസ്ട്രി ഉണ്ട്. അത് പറഞ്ഞുകൊണ്ട് കിം ജോങ് ഉന്നിൻ്റെ പടം വെച്ചുകൊണ്ട് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഒരു പോസ്റ്റ് ചെയ്തു. എൻ്റെ നല്ല സുഹൃത്താണ്. ട്രംപ് ഒരാളെ സുഹൃത്തെന്ന് വിളിച്ചാൽ ആലോചിച്ചോളൂ, എപ്പം വഞ്ചിച്ചു എന്ന് നോക്കിയാൽ മതി. മോദി എൻ്റെ നല്ല ചങ്ങാതിയാണ് എന്ന് പറയുകയും ഇന്ത്യക്കെതിരെ ടാരിഫ് അങ്ങോട്ട് അടിച്ചു കൊടുക്കുകയും ചെയ്തത് പ്രേക്ഷകർ ഓർക്കുമല്ലോ. പുടിൻ എൻ്റെ നല്ല ചങ്ങാതിയാണ് എന്ന് പറഞ്ഞിട്ട് എന്തായി? അവസാനം പുടിനുമായി പിണങ്ങി മാറി നിൽക്കേണ്ടി വരുന്നു അമേരിക്കയ്ക്ക്. ഇപ്പോൾ പറയുന്നു കിം ജോങ് ഉൻ ചങ്ങാതിയാണ് എന്ന് പറഞ്ഞാൽ പുടിൻ കിം ജോങ് ഉന്നിനെ കഴിഞ്ഞ ആഴ്ച ഒന്ന് അഭിനന്ദിച്ചിരുന്നു. എന്താണ്?
ഈ യുദ്ധം അവസാനിപ്പിച്ച ഇതിൻ്റെ ഒരു വാർഷികമനുസരിച്ച് ജപ്പാനെ അഭിനന്ദിച്ചിരുന്നു. കാരണം രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു, ജപ്പാനും റഷ്യയും തമ്മിലൊക്കെ ഈ എല്ലാ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തു എന്ന് പറഞ്ഞാലും പൂർണ്ണമായി തീർത്തിട്ടില്ല കേട്ടോ. കഴിഞ്ഞ ആഴ്ചയും പുട്ടിൻ്റെ ഒരു സന്ദർശനം ഉണ്ടായിരുന്നു. ജപ്പാൻ്റെ വടക്കൻ ഭാഗമെന്ന് ജപ്പാൻ പറയുന്നതും റഷ്യയുടെ കിഴക്കൻ ഭാഗമെന്ന് റഷ്യ പറയുന്നതുമായ ഒരു കുറച്ച് ദ്വീപുകൾ, ഈ ദ്വീപുകളുടെ നിയന്ത്രണം ഇപ്പോൾ പൂർണ്ണമായി റഷ്യക്കാണ്. അതിൽ 2-3 ദ്വീപുകൾ, ജപ്പാനോട് അടുത്ത് കിടക്കുന്ന 2-3 വടക്കൻ ദ്വീപുകൾ തങ്ങൾക്ക് ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ജപ്പാൻ നിരന്തരം ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ഔപചാരികമായി ജപ്പാനും റഷ്യയും തമ്മിൽ ഒരു സന്ധി ചെയ്തിട്ടില്ല, യുദ്ധമില്ല, കരാർ ഒപ്പിട്ടിട്ടില്ല. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചിട്ടും അമേരിക്കയുമായിട്ട് മാത്രമാണ് ജപ്പാൻ ഒപ്പിട്ടിട്ടുള്ളത്. പക്ഷേ തത്വത്തിൽ റഷ്യയുമായി ജപ്പാൻ സൗഹൃദത്തിൽ തന്നെയാണ്, യുദ്ധാവസ്ഥയിലൊന്നുമല്ല. പക്ഷേ അവിടെയും സംഘർഷമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏക പ്രധാന വിഷയം വടക്കൻ കൊറിയയിൽ നിന്നുള്ള ആക്രമണ ഭീഷണിയാണ്. പ്രത്യേകിച്ച് റഷ്യയും വടക്കൻ കൊറിയയും ചക്കരയും അടയും പോലെ നിൽക്കുന്നു, അല്ലെങ്കിൽ വളരെയധികം അടുത്ത് പ്രവർത്തിക്കുന്നു. റഷ്യക്കൊരാവശ്യം വന്നപ്പോൾ ഉക്രൈൻ യുദ്ധത്തിൽ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും, എന്തിന് സേനകളുടെ പോലും, ട്രൂപ്പുകളുടെ പോലും, ഭടന്മാരുടെ പോലും, പട്ടാളക്കാരുടെ പോലും കുറവുള്ളപ്പോൾ ആയുധവും പണവും സേനകളെയും നൽകി സഹായിച്ചത് കിം ജോങ് ഉൻ എന്ന കൊറിയൻ നേതാവാണ്. അപ്പോൾ തിരിച്ചും ഒരു ബാധ്യതയുണ്ടല്ലോ. കൊറിയകൾക്ക് എന്തെങ്കിലും ഒരു ഭീഷണി ഉണ്ടെങ്കിൽ തിരിച്ചും സഹായിക്കാൻ റഷ്യക്ക് ഒരു ബാധ്യത ഉണ്ട്. ആ ബാധ്യത നിറവേറ്റും എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ നാടകീയമായി അമേരിക്കൻ പ്രസിഡന്റ് കിം ജോങ് ഉന്നുമായി സൗഹൃദത്തിലാകാൻ പോകുന്നു. അതേപോലെ തെക്കൻ കൊറിയയെ അങ്ങ് ഉപേക്ഷിക്കുന്നെന്ന് പറയുന്നത് ശരിയല്ല. തെക്കൻ കൊറിയയുമായി ഒരു ആരോഗ്യപരമായ അകലം പാലിച്ചുകൊണ്ട്, ഞങ്ങൾ വടക്കൻ കൊറിയയെ ഭീതിപ്പെടുത്താൻ വേണ്ടി തെക്കൻ കൊറിയയുമായിട്ട് ചേർന്നുകൊണ്ട് നാവിക സൈനിക അഭ്യാസങ്ങൾ നടത്താൻ ഇനി രണ്ടിലൊന്നും ചിന്തിച്ചിട്ട് മതി. ഇതാണ് ട്രംപിൻ്റെ നിലപാട്. അതുകൊണ്ട് വടക്കൻ കൊറിയയെ പ്രീണിപ്പിക്കുന്നതിൻ്റെ ഭാഗമായും തെക്കൻ കൊറിയയെ നിലക്ക് നിർത്തുന്നതിൻ്റെ ഭാഗമായും തങ്ങളുടെ സ്കീമിൽ പെടാതെ, തങ്ങളുടെ സ്കീം അനുസരിച്ച് മുന്നോട്ട് പോകാൻ ഏതെങ്കിലും തങ്ങളുടെ സഖ്യരാജ്യം വിസമ്മതിച്ചാൽ, തങ്ങൾ യൂറോപ്യൻ കമ്മ്യൂണിറ്റിയെ ഒന്ന് വിരട്ടിയല്ലോ, നെയ്റ്റോയെ മുൻപ് വിരട്ടിയതുപോലെ നെയ്റ്റോ തങ്ങളെ സഹായിച്ചില്ല എങ്കിൽ നിങ്ങൾക്കുള്ള ധനസഹായം വെട്ടിക്കുറയ്ക്കാൻ തങ്ങൾ മടിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തിയതിന് സമാനമായ രീതിയിൽ അമേരിക്ക തെക്കൻ കൊറിയയെ ഭീഷണിപ്പെടുത്തുകയും ശത്രുതാപരമായി പെരുമാറിയിരുന്ന വടക്കൻ കൊറിയയുമായി ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്ന ഒരു ചേഞ്ച് ഉണ്ടായി. പക്ഷേ ഇത് താൽക്കാലികമാണ്. ട്രംപ് വരും പോകും. ഇതൊക്കെ ട്രംപിൻ്റെ മറ്റൊരു പിത്തലാട്ടം അല്ലെങ്കിൽ മറ്റൊരു നമ്പർ എന്ന നിലയിൽ കാണാനാണ് ഞാനിപ്പോൾ താല്പര്യപ്പെടുന്നത്. ഒരു സ്ഥിരതയുമില്ല, കൺസിസ്റ്റൻസി, ലെവലേശമില്ലാത്ത നീക്കങ്ങളാണ്, പ്രസ്താവനകളാണ്, ജൽപ്പനങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് ഇതുവരെ നടത്തിയിട്ടുള്ളത്. ഇറാൻ്റെ കാര്യത്തിലും ഇസ്രായേലിൻ്റെ കാര്യത്തിലും വെസ്റ്റ് ഏഷ്യ കാര്യത്തിലും, എന്തിന് ഗ്രീൻലൻഡിൻ്റെ കാര്യത്തിൽ, പാനമയുടെ കാര്യത്തിൽ, കാനഡയുടെ കാര്യത്തിൽ, എല്ലാ കാര്യങ്ങളിലും പറഞ്ഞ വാക്കിന് ഒരു ഉറപ്പുമില്ല. ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. കുറേക്കുറിച്ചും നാളെ കിം ജോങ് ഉന്നിനെ ഇപ്പോൾ വാഴ്ത്തിയ അതേ നാവുകൊണ്ട് അദ്ദേഹത്തെ പള്ളു പറയുന്ന ഡൊണാൾഡ് ട്രംപിനെ നാളുകൾ കണ്ടാൽ ഞാൻ അത്ഭുതപ്പെടില്ല. അതുകൊണ്ടാണ് ഇതോടെ തെക്കൻ കൊറിയ അമേരിക്ക ബന്ധം തകർന്നു, വടക്കൻ കൊറിയ അമേരിക്ക അച്ചുതണ്ട് രൂപപ്പെടുകയാണ്, ഒന്നും നടക്കില്ല. പക്ഷേ ഇവിടെ കിഴക്കൻ ഏഷ്യയിലെ ശക്തി സമവാക്യങ്ങളിൽ കാര്യമായ മാറ്റം വരുന്നു എന്നതിൻ്റെ സൂചനയാണിത്. അതുകൊണ്ട് ഇപ്പം മധ്യപൗരസ്ത്യ പ്രദേശത്തെ രാജ്യങ്ങൾ സ്വന്തം സുരക്ഷാ സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി പുതിയ സഖ്യങ്ങൾ രൂപീകരിക്കുകയാണ്. നമ്മൾ നേരത്തെ മറ്റൊരു എപ്പിസോഡിൽ പറഞ്ഞല്ലോ, ഈ മെക്ക കരാർ, സൗദി അറേബ്യയും പാകിസ്ഥാനും തുർക്കിയും ചേർന്നുകൊണ്ടുള്ളൊരു കരാർ അമേരിക്കയെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട്, അങ്ങനെ എന്തെങ്കിലും ജപ്പാനും തെക്കൻ കൊറിയയും ഓസ്ട്രേലിയയും ആ ഒരു ഭാഗത്ത് ഉള്ള രാജ്യങ്ങളാണ്, ഓസ്ട്രേലിയ സ്വല്പം മാറിക്കിടക്കുന്ന പസഫിക് മേഖലയിലെ രാജ്യങ്ങൾ ചേർന്ന് അങ്ങനെ ഒരു കരാറിലേക്ക് നീങ്ങുമോ എന്ന ചിന്തയും ഉണ്ട്. അതുകൊണ്ട് അതത് പ്രദേശത്തിന് പ്രാദേശികമായി അമേരിക്കയ്ക്ക് ശേഷവും അമേരിക്കയുടെ പിന്തുണ ലഭിച്ചില്ലെങ്കിൽ പോലും തങ്ങളുടെ സുരക്ഷ നോക്കി നടത്തുന്നതിന് വേണ്ടി ഓൾട്ടർനേറ്റ് അലയൻസസിലേക്ക് നീങ്ങുമോ, ഇതാണ് ചോദ്യം. അതുകൊണ്ട് ഭൗമരാഷ്ട്രീയത്തിൽ ഈ അടുത്ത കാലത്ത് 2025-26 വർഷം സംഭവിച്ച വ്യാപകമായ മാറ്റം മറിച്ചിലുകളുടെ ഒരു തിയേറ്റർ കൂടി ഓപ്പൺ ചെയ്യുകയാണ്. അതാകുന്നു ഈസ്റ്റ് ഏഷ്യ. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ തീർച്ചയായും ഈസ്റ്റ് ഏഷ്യയെക്കുറിച്ച് മാപ്പുകളും പിന്നെ അതിൻ്റെ ജിയോഗ്രാഫിക്കൽ ലൊക്കേഷനും ഒക്കെ മനസ്സിലാക്കിയാൽ ഈ പറയുന്ന രാജ്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ഒരു ചരിത്രപരമായ നിലപാടുകളെക്കുറിച്ചും ഇപ്പോൾ ഉരുത്തിരിയുന്ന സമവാക്യങ്ങളെക്കുറിച്ചും നീക്കങ്ങളെക്കുറിച്ചും കുറച്ചുകൂടെ ധാരണ കിട്ടും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്
അതുകൊണ്ട് ഈസ്റ്റ് ഏഷ്യ നമ്മൾ പൂർണ്ണമായി ഉപേക്ഷിക്കരുത്. വലിയ കോൺഫ്ലിക്റ്റ് റിഡൺ ഒരു മേഖലയായിരുന്നു മുൻകാലങ്ങളിൽ. ഇപ്പോൾ ഒരു ഓവർ എക്സ്പോഷർ, നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായും വെസ്റ്റ് ഏഷ്യയിലേക്കും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ്, ഈ ഹോർമൂസ് ആ മേഖലയിലേക്കും തിരിയുമ്പോൾ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നടക്കുന്ന സുരക്ഷാ പോരാട്ടങ്ങൾ അല്ലെങ്കിൽ ഭീഷണികൾ, വെല്ലുവിളികൾ, അത് ലോകരാഷ്ട്രീയത്തെ, ഭൗമരാഷ്ട്രീയത്തെ, ലോകത്തിൻ്റെ തന്നെ സ്ഥിരതയെ എങ്ങനെ ബാധിക്കുമെന്നത് മറന്നു പോകാൻ പാടില്ല എന്നതുകൊണ്ട് ഇങ്ങനൊരു എപ്പിസോഡ് ചെയ്തു എന്ന് മാത്രം. നമസ്കാരം.